ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ റെസിപ്പി മസാല ഷവായി ആണ് ഉണ്ടാക്കുന്നത്. അതിൻ്റെ കൂടെ കഴിക്കാനായിട്ടില്ല പ്ലെയിൻ മന്തി റൈസ്. നല്ലൊരു റൈസാണ് ഇത്. മസാല ഷവായിയും എളുപ്പത്തിൽ ഉണ്ടാക്കാൻ കഴിയുന്നതാണ്. അധികം ഓയിലൊന്നും ചേർക്കാതെയാണ് ഈ ഒരു ഫുഡ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഇനി വീഡിയോയിലോട്ട് പോകാം. മന്തിക്ക് വേണ്ടിയിട്ട് ആദ്യം തന്നെ ഒരു മസാല ഉണ്ടാക്കുക. ചെറിയ ഉള്ളി ചേർക്കുക, കുറച്ച് വെളുത്തുള്ളി ചേർക്കുക, ഒരു പിടി മല്ലിയില ചേർക്കുക, മഞ്ഞൾ കൂടി ചേർക്കുക, ഗരം മസാല ചേർക്കുക, കുറച്ച് ജീരകപ്പൊടി ചേർക്കുക, മല്ലിപ്പൊടി ചേർക്കുക, കുരുമുളക് പൊടി ചേർക്കുക, കുറച്ച് അറബിക് മസാലപ്പൊടി ചേർക്കാം, ഉപ്പ് ചേർക്കാം, കുറച്ച് വിനീഗർ ചേർക്കാം, വറ്റൽമുളക് ചേർത്ത് നല്ല പേസ്റ്റ് പോലെ അരച്ചെടുക്കാം. ചിക്കൻ നന്നായി കഴുകി വൃത്തിയാക്കിയിട്ടുണ്ട്. ഇതിലേക്ക് മസാല നന്നായി പുരട്ടി വെക്കാം. ഇനി 1-2 മണിക്കൂർ റെസ്റ്റ് ചെയ്യാനായിട്ട് ഫ്രിഡ്ജിലെടുത്ത് വെക്കാം. 1 കിലോ ചിക്കനാണ് എടുത്തത്. കുക്കറിലാണ് ഷവായ ചിക്കൻ ഉണ്ടാക്കുന്നത്. കുക്കറിൽ കുറച്ച് ഓയിൽ ഒഴിച്ച് മസാല പുരട്ടിയ ചിക്കന് ഇതിൽ നിരത്തി വെക്കാം. മസാല ചിക്കൻ എല്ലാം ഇതിനകത്ത് വെച്ചിട്ടുണ്ട്. ഇതിന് മൂടി അടച്ച് വെച്ച് 2 വിസിൽ മാത്രം മതി. എന്നിട്ട് ഓഫ് ചെയ്തെടുക്കാം. വേവിച്ച ചിക്കൻ ഇതിൽ നിന്ന് മാറ്റി വെക്കാം. ഇതിനി ഫ്രൈ ചെയ്തിട്ടെടുക്കാം. കുറച്ച് ഓയിൽ ഒഴിച്ച് ചിക്കൻ 2 ഭാഗവും നന്നായിട്ട് ഫ്രൈ ചെയ്തിട്ട് എടുക്കാം. ചിക്കൻ വേവിച്ചതിൻ്റെ ബാക്കിയുള്ള മസാല എടുത്ത് ഇതുപോലെ കുറുക്കിയെടുക്കാം. ഇതിലേക്ക് ഫ്രൈ ചെയ്തിട്ടുള്ള ചിക്കന് ചേർക്കാം. ഈ മസാല നന്നായിട്ട് ഇതിൻ്റെ മുകളിലേക്ക് ഇതുപോലെ കുറച്ചായിട്ട് ഒഴിച്ചു കൊടുക്കാം. മസാല ഷവായിയാണ്, അതുകൊണ്ട് നല്ല മസാല വേണം. ഇത് മസാല ഷവായിയാണ്, അതുകൊണ്ട് നല്ല മസാല ഇതിന് വേണം. മസാലയൊക്കെ നന്നായിട്ട് റെഡി ആയിട്ടുണ്ട്. ഇതിൽ മാറ്റി വെക്കാം. ഇനി ഒരു മന്തി റൈസ് ഉണ്ടാക്കാം. അതിന് വേണ്ടി ബസ്മതി റൈസ് എടുത്തിട്ടുണ്ട്. അതൊരു 10 മിനിറ്റ് നന്നായി കഴുകി വെള്ളത്തിൽ സോക്ക് ചെയ്ത് വെക്കാം. ഒരു പാത്രം വെച്ചിട്ടുണ്ട്. അതിലേക്ക് വെജിറ്റബിൾ ഓയിൽ കുറച്ചൊഴിക്കാം. പ്ലെയിൻ മന്തി റൈസാണ് ഉണ്ടാക്കുന്നത്. ഇനി സവാള ചെറിയ പീസായി അരിഞ്ഞത് ചേർക്കാം. ഇനി ഇതിലേക്ക് സ്പൈസസ് ചേർക്കാം. കുറച്ച് കുരുമുളക്, കുറച്ച് ജീരകം, കറാമ്പ്, പട്ട, എന്തൊക്കെ വേണമെന്നുള്ളത് കുറച്ച് സ്പൈസസ് ഇതിൽ ചേർത്തിട്ട് വഴറ്റിയെടുക്കാം. 2 പുളിനാരങ്ങയും കറുത്ത പുളിനാരങ്ങയും ചേർക്കാം. ചിക്കൻ ക്യൂബ്സ് അതും ഇതിൽ ചേർക്കാം. അത് നന്നായിട്ട് യോജിപ്പിക്കാം. ഇനി ഇതിലേക്ക് തിളച്ച വെള്ളം ചേർക്കാം. 2 ഗ്ലാസ് അരിക്ക് 3 ഗ്ലാസ് വെള്ളമാണ് എടുക്കേണ്ടത്. ഉപ്പ് നോക്കിയിട്ട് ചേർക്കാം. ചിക്കൻ ക്യൂബ് ഇട്ടിട്ടുണ്ട്, അതുകൊണ്ട് ഉപ്പ് നോക്കിയിട്ട് ആവശ്യത്തിന് ചേർക്കാം. ഇതിലേക്ക് കുതിർത്ത് വെച്ചിരിക്കുന്ന ബസ്മതി റൈസ് ചേർക്കാം. നാലഞ്ച് പച്ചമുളക് ജസ്റ്റ് വെറുതെ ഇത് എരിവില്ലാത്ത പച്ചമുളകാണ്. മൂടി വെച്ച് ചോറ് വേവിച്ചെടുക്കാം. മന്തി റൈസ് ആയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ അകത്ത് കുറച്ച് ഒന്നിനോട് ഒട്ടാൻ പാടില്ല. അതാണ് മന്തി റൈസിൻ്റെ പ്രത്യേകത. അധികം കൂടുതൽ വെന്തു പോകാനും പാടില്ല.
കുറച്ച് കളറിന് വേണ്ടിയിട്ട് മഞ്ഞൾ കലക്കിയിട്ട് കുറച്ച് ഒഴിക്കുക. എന്നാൽ കുറച്ചൊരു കളർ കിട്ടും. അല്ലാതെ ആർട്ടിഫിഷ്യൽ കളറൊന്നും ചേർക്കുന്നില്ല. ചിക്കനും ആർട്ടിഫിഷ്യൽ കളറൊന്നും ചേർത്തിട്ടില്ല. ഇനി ഇത് സ്മോക്ക് ചെയ്യാൻ വെക്കാം. ഇതിൻ്റെ അകത്ത് കുറച്ച് ഗീ ഒഴിക്കുക. കവർ ചെയ്ത് ഒരു 10 മിനിറ്റ് സ്മോക്ക് ആക്കുക. റൈസിനൊക്കെ നല്ല സ്മോക്കായിട്ടുണ്ട്. ഇതിനെ എടുത്ത് മാറ്റും. പ്ലെയിൻ മന്തി റൈസും ആയിട്ടുണ്ട്. ഇനി പ്ലെയിൻ മന്തി റൈസും മസാല ഷവായും സെർവ് ചെയ്യാം. മസാല ഷവായി റെഡി ആയിട്ടുണ്ട്. ഇതിന് സെർവ് ചെയ്യാം. ഞാനിത് ഫുൾ ചിക്കൻ എടുക്കാതെ ചെറിയ ചിക്കനായിട്ടാണ് എടുത്തത്. എന്ന് വെച്ചാൽ കുക്കറിലെല്ലാം വേവിക്കുമ്പോഴേക്ക് അത് ചിലപ്പോഴും അതിൻ്റെ ഉള്ളിലൊന്നും ചിലപ്പം ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ട് ഞാൻ ചെറിയ പീസായിട്ടാണ് എടുത്തിരിക്കുന്നത്. അതാകുമ്പോൾ ശരിക്കും ഉള്ളിലെല്ലാം മസാലയൊക്കെ നന്നായിട്ട് പിടിക്കും. ബാക്കിയുള്ള മസാലയൊക്കെ ഇതിൻ്റെ മേലെ ഇങ്ങനെ ഇതാക്കും. നല്ല സ്പൈസി ആയിട്ടുള്ളതാണ് ഈ ഒരു മസാല ഷവായ. മസാല ഷവായൻ്റെ കൂടെ കഴിക്കാനായിട്ട് ഞാൻ മന്തി റൈസാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. കുറച്ച് മന്തി റൈസ് ഇടാം. മന്തി പ്ലെയിൻ റൈസാണ്. ഇതിനധികം മസാലകളോ ഒന്നുമില്ല. ഇതിൻ്റെ മുകളിലായിട്ട് മസാല ഷവായി വെക്കാം. കുറച്ച് മയോനൈസ് ഇടാം. കുറച്ച് സാൽസ ഇടാം. ടൊമാറ്റോ സാൽസ ഇടാം. മസാല ഷവായി ഈ ചോറിൻ്റെ കൂടെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. മന്തി റൈസിൻ്റെ കൂടെ കഴിക്കാൻ. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ പ്രസ് ചെയ്യുക. അങ്ങനെയാണെങ്കിൽ ഞാനിടുന്ന വീഡിയോസ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. ഇനി പുതിയ വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക് യു.